കെ രാഹുലാണ് ഇപ്പോൾ നമുക്കൊപ്പം കോഴിക്കോട്ട് നിന്ന് ചേരുന്നത്. രാഹുൽ, കോഴിക്കോട് വളരെ പ്രധാനപ്പെട്ടൊരു ജില്ലയായി മാറുകയാണല്ലോ. ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയിൽ 13-ൽ 10, 11 അല്ലെങ്കിൽ 9 അല്ലെങ്കിൽ 8 അത്തെങ്കിലും ജയിക്കും എന്നൊരു ആത്മവിശ്വാസം UDF-ന് വരുന്നുണ്ട്. കോഴിക്കോട്ട് രാഹുൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എവിടെയാണ് ഏറ്റവും വലിയ അത്ഭുതം കാത്തിരിക്കുന്നത്? അതോ LDF-ന് അനുകൂലമായിരിക്കുമോ? രതീഷ, തീർച്ചയായും കോഴിക്കോട് ജില്ല ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് നടന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇടതു കോട്ടയാണെന്ന പേര് കോഴിക്കോടിന് സ്വന്തമാണ്. 2.5 പതിറ്റാണ്ടായി കൈപ്പത്തിയിൽ പ്രത്യേകിച്ച് ഒരു MLA പോലും നിയമസഭയിലേക്ക് അയക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്ന ചീത്തപ്പേരുമുണ്ട്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആ ട്രെൻഡ് വളരെ വ്യത്യസ്തമായാണ് കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിരുന്നത്. അതേ ട്രെൻഡിൽ അതേ രീതിയിലാണ് വോട്ടിംഗ് നടന്നിട്ടുള്ളതെന്നാണ് ആദ്യഘട്ടം മുതൽ തന്നെ UDF വിലയിരുത്തുന്നത്. അതുകൊണ്ട് ജില്ലയിൽ ഏതായാലും ഇത്തവണ ഈ 2026-ലെ തെരഞ്ഞെടുപ്പിന് ശേഷം LDF ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നത് അല്ലെങ്കിൽ പുറത്തു പറയുന്നത് UDF തന്നെയാണ്. 2-ൽ നിന്ന് 2021-ൽ 2 2026-ൽ 2 അക്കത്തിലേക്ക് വരുമെന്നുള്ള വലിയ ആത്മവിശ്വാസം പോലും UDF ക്യാമ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അത്രയൊന്നും മുന്നോട്ട് പോകുമോ എന്ന് നമുക്ക് ഏതായാലും പറയാൻ കഴിയില്ല. എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ മത്സരമാണ് നടന്നിട്ടുള്ളത്. ഇടതു കോട്ടകൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോലും ശക്തമായ മത്സരം നടത്തുവാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ജില്ലയെ സംബന്ധിച്ച് ഒരു ഭരണവിരുദ്ധ വികാരം പരസ്യമായി കാണാനില്ല. ഭരണത്തോട് പ്രത്യേകമായ സ്നേഹവും ഇങ്ങനെ പരസ്യമായി പ്രത്യക്ഷത്തിൽ കാണാനില്ല എന്നൊരു സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കണക്കുകൂട്ടലെല്ലാം പൂർത്തിയാക്കി മുന്നണികൾ ഒരു വോട്ട് എണ്ണുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ്. കൈപ്പത്തിയിൽ MLA ഉണ്ടാകുമെന്ന് UDF മുന്നോട്ട് വയ്ക്കുമ്പോൾ അവരെടുത്ത് കാട്ടുന്ന മണ്ഡലങ്ങൾ എന്നത് നാദാപുരം അടക്കമുള്ളതാണ്. നാദാപുരത്തും നമ്മൾ അതിർത്തി തിരിച്ചു വരികയാണെങ്കിൽ നാദാപുരത്ത് ഇത്തവണ ജയിക്കാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസമാണ് UDF മുന്നോട്ട് വെക്കുന്നത്. 1/2 പതിറ്റാണ്ടായി CPI ജയിച്ചു വരുന്ന നാദാപുരത്ത് ഇത്തവണ സ്ഥിതിഗതികൾ മാറ്റും KM അഭിജിത്തിലൂടെ എന്നാണ് ഇപ്പോഴും UDF ആവർത്തിച്ചു പറയുന്നത്. ഫാത്തിമ തഹ്ലി, ആ രണ്ട് പേരുകൾ വളരെ പ്രധാനമല്ലോ. എല്ലാ സ്ഥാനാർത്ഥികളുടെ പേരുകളും പ്രധാനമാണെങ്കിലും 2 യുവമുഖങ്ങൾ, പ്രത്യേകിച്ച് UDF-ലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കക്ഷികളിലെ 2 പ്രധാനപ്പെട്ട യുവങ്ങൾ പേരാമ്പ്രയിൽ നിന്ന് സംഭവിക്കുമ്പോൾ ഒരുപക്ഷെ LDF തോറ്റാൽ, തോക്കുമെന്നല്ല, തോറ്റാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഉയർത്തിക്കാട്ടപ്പെടുന്ന പേരുകളിലൊന്ന് TP രാമകൃഷ്ണൻ്റേതാണ്, സീനിയർ നേതാവ് എന്ന നിലയിൽ. അത്തരം സാഹചര്യങ്ങൾ ഒരു പക്ഷേ ഉണ്ടായിക്കൂടാ എന്നില്ല. അതല്ല, ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ പദവിയെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുമില്ല. അവിടെ പേരാമ്പ്രയിൽ നിന്ന് സംഭവിക്കും. ഫാത്തിമ തെഹ്ലിയുടെ കാര്യത്തിൽ, KM അഭിജിത്തിൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കും? KM അഭിജിത്തിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. നാദാപുരം മണ്ഡലം ഇത്തവണ ഏതായാലും പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം, പ്രതീക്ഷയാണ് UDF ക്യാമ്പ് വെച്ച് പുലർത്തുന്നത്. അങ്ങനെ ഇടതുകോട്ട ഈ നഷ്ടമാകില്ല എന്ന പ്രതീക്ഷ LDF-നുമുണ്ട്. ഏതായാലും അഭിജിത്തിലൂടെ ചിട്ടയായ പ്രചാരണം ഒക്കെ തന്നെയാണ് UDF നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ 4000-നടുത്ത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് UDF നാദാപുരത്ത് തോറ്റിരുന്നത്. ഇത്തവണ ഏതായാലും ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും പിടിച്ചെടുക്കാൻ കഴിയും. ഒരു യുവ നേതാവിനെ ഇറക്കിയിട്ടുണ്ട്. ഈ പ്രചാരണ കാലത്തിൽ ഉടനീളം അഭിജിത്ത് നയിച്ച സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ തന്നെ ദൃശ്യങ്ങൾ സഹിതം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് UDF-ൻ്റെ ഒരു പ്രചാരണം നടക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. LDF-ൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് നാദാപുരത്ത് മത്സരിച്ചിട്ടുള്ളത്. CPIയെ സംബന്ധിച്ച് CPIയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാവാണ്. പക്ഷേ പ്രചാരണ രംഗത്തും അതിലൂടെ വോട്ട് നേടുന്നതിലും LDF സ്ഥാനാർത്ഥിയേക്കാൾ മുൻപന്തിയിൽ നിൽക്കാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസം, പ്രതീക്ഷ UDF ക്യാമ്പ് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. CPI സ്ഥാനാർത്ഥി P വസന്തമാണ് നാദാപുരത്ത് മത്സരിച്ചത്. വസന്തത്തോടും അദ്ദേഹത്തോടും നമ്മൾ ഇന്നും അടക്കം കഴിഞ്ഞ ദിവസങ്ങളിലും സംസാരിച്ചിരുന്നു. ഏതായാലും വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഇടത് ക്യാമ്പും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇനി രതീഷ, പേരാമ്പ്ര മണ്ഡലമാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശക്തമായ മത്സരങ്ങൾ നടന്ന മണ്ഡലങ്ങളിൽ ഒന്ന് എന്നൊരു പ്രത്യേകതയാണ് പേരാമ്പ്ര മണ്ഡലത്തിനുള്ളത്. 1%-ൻ്റെയെങ്കിലും എഡ്ജ് നമുക്കുണ്ട് അവിടെ എന്നാണ് UDF ക്യാമ്പ് ഇപ്പോഴും പറയുന്നത്. അതായത് അത്രയും കടുത്തൊരു മത്സരമാണ്. TP രാമകൃഷ്ണനെ പോലെ അത്രയും മുതിർന്ന LDF-ൻ്റെ നേതാവിനെ ഒരു യുവ നേതാവാണ് ഫാത്തിമ തഹ്ലിയാണ് നേരിട്ടിട്ടുള്ളത്. പ്രചാരണ രംഗത്ത് വലിയ വിവാദങ്ങൾ, ചർച്ചകളൊക്കെ തന്നെ ഉണ്ടായ ഒരു മണ്ഡലം കൂടിയാണ് പേരാമ്പ്ര എന്ന് പറയുന്നത്. ഇടതുകോട്ട നമ്മൾ ഇത്തവണയും നിലനിർത്തും, പിടിക്കും എന്ന് തന്നെ TP രാമകൃഷ്ണനും ഇടത് ക്യാമ്പുകളും ആത്മവിശ്വാസം വയ്ക്കുന്നുണ്ട്. പക്ഷേ 1%-ൻ്റെയെങ്കിലും എഡ്ജ് ഉണ്ട് എന്നാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ള വോട്ടിംഗ് പാറ്റേണും പരിശോധിച്ച് ബൂത്ത് തലത്തിൽ ഇഴകീർ പരിശോധിച്ചതിന് ശേഷമുള്ളൊരു കണക്കെന്ന രീതിയിൽ UDF മുന്നോട്ട് അവതരിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ജില്ലയിൽ ബേപ്പൂർ മണ്ഡലമാണെങ്കിലും ഇത് ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വിധത്തിൽ ബാലുശ്ശേരി മണ്ഡലത്തിലൊക്കെ ആണെങ്കിലും അതിശക്തമായ മത്സരമാണ്. വോട്ട് എണ്ണിക്കഴിയുമ്പോൾ കൃത്യമായ ഒരു സ്ഥിതി അറിയാം. അതിന് മുൻപൊരു പ്രവചനം അസാധ്യമെന്ന രീതിയിലാണ് കോഴിക്കോട് ജില്ലയിലെ പറയുന്നത് കേൾക്കുമ്പോഴാണ്. ബാലുശ്ശേരി അടക്കമുള്ള മണ്ഡലങ്ങളിലും അങ്ങനെ ഭയപ്പാടുണ്ടോ തോറ്റുപോകുന്നു? ഒറ്റ വാക്കിൽ മറുപടി.
രാഹുൽ, CPM-ന്? തോക്കുമെന്ന ഒരു ഭയമൊന്നും ഇടതുപക്ഷത്തെ സംബന്ധിച്ചില്ല. പക്ഷേ ശക്തമായ മത്സരമാണ് നടന്നിട്ടുള്ളതെന്ന വിലയിരുത്തലുണ്ട്. ബാലുശ്ശേരി പ്രവചിക്കുന്നുണ്ടോ ആര് എത്ര സീറ്റിൽ കോഴിക്കോട്ട് എന്ന് പ്രവചിക്കുന്നുണ്ടോ? അതിനുള്ള ധൈര്യം കാട്ടുന്നുണ്ടോ? നിലവിലേതായാലും അത്തരത്തിൽ പ്രവചനത്തിലേക്ക് പോകുന്നില്ല. കാരണം പാളിപ്പോയി കഴിഞ്ഞാൽ ട്രോൾ മഴയായിരിക്കും. അതുകൊണ്ട് മാത്രം ഒരു പ്രവചനത്തിലേക്ക് പോകുന്നില്ല. സാധ്യത എങ്ങനെയാണ്? കൃത്യമായി ഞാൻ മനസ്സിലാക്കിയ ഒരു കണക്ക്, രതീഷ്, എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു വിലയിരുത്തൽ പ്രകാരം LDF-നേക്കാൾ സീറ്റ് എന്തായാലും UDF ഇത്തവണ നേടും കോഴിക്കോട് ജില്ലയിൽ എന്ന് തന്നെയാണ്. കൃത്യമായൊരു കണക്ക് ഞാൻ എൻ്റെ മനസ്സിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിപ്പം പുറത്ത് പറയുന്നില്ല, ട്രോള് പറയുന്നതുകൊണ്ടാണ്. ശരി, എങ്കിലും LDF-നേക്കാൾ കൂടുതൽ സീറ്റ് UDF-ന് കോഴിക്കോട്ടുണ്ട് എന്താണ് രാഹുലിന് മനസ്സിലാക്കിയ സാഹചര്യങ്ങൾ വെച്ച് വിശകലനം ചെയ്യുന്നത്. കണക്കുകൾ ഓരോരുത്തർക്കും ഓരോ നിലയിലാണ്. അത് നമ്മുടെ രാഷ്ട്രീയ ബോധ്യത്തിനനുസരിച്ചാണ്, നമ്മൾ ശേഖരിച്ച വിവരങ്ങൾക്കനുസരിച്ചാണ്, നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ചാണ്. അപ്പോൾ നമ്മുടെ ആഗ്രഹവും വളരെ പ്രധാനമാണല്ലോ. ഇപ്പോൾ നമുക്ക് ആഗ്രഹമുള്ള ആൾ ജയിക്കും, അത് നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ചിന്തിക്കും. അല്ലെങ്കിൽ ആഗ്രഹമുള്ള മുന്നണി ജയിക്കും, ആഗ്രഹമുള്ള പാർട്ടി ജയിക്കും, അങ്ങനെയൊക്കെ സ്വാഭാവികമാണല്ലോ. അപ്പോൾ ഈ കണക്കുകൾക്കൊന്നും പ്രസക്തിയില്ല. വോട്ടെണ്ണാൻ പോവുകയാണ്. നാളെയാണ് വോട്ടെണ്ണൽ. വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ.